പ്രാർത്ഥനയിൽ നാം അകന്നു നിൽക്കുകയാണെങ്കിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം അകന്നു നിൽക്കുകയാണെങ്കിൽ, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന്റെ ധന്യമുള്ള തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി ഹോശേയ 6-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഹോശേയ 6-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: വരുവിൻ, നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടു. ഹോശേയ 6-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ഇസ്രായേൽ ഗൃഹം ദൈവത്തിന്റെ അടുക്കിലേക്ക് ഒരു മടങ്ങി വരവ് യഹോവയായ ദൈവം ആഗ്രഹിക്കുന്നു. ഹോശേയ 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇസ്രായേലിന്റെ വില്ല് ഒടിച്ചു കളയുമെന്ന് യഹോവയായ ദൈവം ഹോശേയയുടെ അരുളപ്പാട് അറിയിക്കുന്നു. പിന്തിരിഞ്ഞു പോയ, മടങ്ങിപ്പോയ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ഗൃഹം ദൈവത്തിലേക്ക് മടങ്ങിച്ചെന്നാൽ ഒരു ദൈവീയ സൗഖ്യമുണ്ടെന്നും, ഒരു മുറിവിനെ കെട്ടുമെന്നും സൗഖ്യമാക്കുമെന്നും, സൗഖ്യമില്ലാത്ത അവസ്ഥകളിൽ സൗഖ്യമാക്കുമെന്നും മുറിവ് കെട്ടുമെന്നും ദൈവത്തിന്റെ വചനം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിലേക്ക് മടങ്ങി ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ദൈവത്തിലേക്ക് ഒരു മടങ്ങി വരവ് നമുക്കുണ്ടായാൽ, ദൈവത്തിലേക്ക് കൂടുതൽ അടുത്തു ചെല്ലുവാനിടയായാൽ, ദൈവം നമ്മെ സൗഖ്യമാക്കുവാനും വിടുവിപ്പാനും ശക്തനായ ദൈവമാണ്. നമുക്കറിയാം, ഒരു ഡോക്ടറുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്തിൽ ഇൻഫെക്ഷനായി പഴുത്തിരിക്കുന്ന ഒരു മുഴ ഡോക്ടറുടെ ചെന്നാൽ ഡോക്ടർ ആദ്യം നമ്മോട് പറയും, സഹോദര, അത് അവിടെ ഇൻഫെക്ഷൻ ആയിരിക്കുന്ന ഭാഗം കീറണം, ആ പഴുപ്പെല്ലാം ഞെക്കിക്കളയണം, എന്നാൽ മാത്രമേ സൗഖ്യമുണ്ടാകത്തുള്ളൂ. അതുതന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഉള്ള പഴുപ്പുകളെ ഞെക്കിക്കളഞ്ഞ് ദൈവത്തിന്റെ അടുക്കലേക്ക് ഒന്ന് മടങ്ങി വന്നാൽ മാത്രമേ നമുക്ക് ദൈവീയ സൗഖ്യം ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ഉള്ളിൽ ഉള്ള വേദനകൾ മാറണമെങ്കിൽ, ഹൃദയത്തിൽ ഏറ്റിരിക്കുന്ന മുറിവുകൾക്ക് പരിഹാരം വരണമെങ്കിൽ, സൗഖ്യം വരണമെങ്കിൽ ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഒന്ന് മടങ്ങിച്ചെല്ലണം, അടുത്തു ചെല്ലുവാനിടയാകണം. പുറമേയുള്ള മുറിവുകൾ ഒരുപക്ഷെ ഹോസ്പിറ്റലിലോ ഡോക്ടറിന്റെ അടുക്കലെയോ ഒക്കെ പോയി ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളെ നമുക്ക് സൗഖ്യമാക്കുവാൻ കഴിയും. എന്നാൽ ഹൃദയത്തിനേറ്റിരിക്കുന്ന മുറിവിനെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, നിന്റെ ഹൃദയത്തിന്റെ മുറിവുകളെ കെട്ടുവാൻ, ഹൃദയത്തിന്റെ വേദനകളെ നീക്കുവാൻ ദൈവം മതിയായ ദൈവമാണ്. അവൻ മുറിവുകളെ കീറി സൗഖ്യമാക്കി നിന്നെ ജീവിപ്പിക്കുന്ന ദൈവമാണ്, നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ വചനം 6-ാം അധ്യായം താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നമ്മെ ജീവിപ്പിക്കുമെന്നും നമ്മെ എഴുന്നേൽപ്പിക്കുമെന്നെല്ലാം നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയും. നമ്മെ എഴുന്നേൽപ്പിക്കുന്ന, നമ്മെ ജീവിപ്പിക്കുന്ന, നമ്മെ ജീവനിലേക്ക് നയിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഇന്ന് പകൽക്കാലവും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ സർവശക്തനായ ദൈവം, നമ്മുടെ യേശു കർത്താവ്, ഇന്ന് പകലിലും ചിലരെ വിളിക്കുന്നു. അവന്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലുക, അകന്നു നിൽക്കരുത്, ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലുക. ഒരു പാട്ടിങ്ങനെ പാടുന്നല്ലോ: യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തന്റെ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. കുടിയനായ പുത്രൻ, അവൻ ദൈവത്തിൽ നിന്ന് അപ്പനോടകന്നവനായിരുന്നു. എന്നാൽ മാനസാന്തരപ്പെട്ടപ്പോൾ അവൻ ദൈവത്തോട്, അവന്റെ അപ്പനോട് അടുത്തു വരുവാനിടയായി.
അതുപോലെ ഇന്ന് പകൽക്കാലം ഒരു മടങ്ങി വരും ദൈവം ആഗ്രഹിക്കുന്നു. ഹോവയായ ദൈവത്തിലേക്ക് അടുത്തു ചെല്ലുക. അവൻ നമ്മെ ജീവിപ്പിക്കും, അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. യഹൂദയോട് പറയുന്നു, എന്റെ ജനത്തിന്റെ സ്ഥിതിയെ മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് ദൈവം വച്ചിരിക്കുന്നു. ദൈവം നമുക്കൊരു കൊയ്ത്ത് വച്ചിരിക്കുന്നു. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതിയെ മാറ്റുമ്പോൾ യഹൂദേ, നിനക്കും ഒരു കൊയ്ത്ത് വച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, സഹോദര സഹോദരി, ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയിൽ നാം അകന്നു നിൽക്കുകയാണെങ്കിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം അകന്നു നിൽക്കുകയാണെങ്കിൽ, ആത്മീയ ജീവിതത്തിൽ നാം അകന്നു നിൽക്കുകയാണെങ്കിൽ ദൈവത്തോട് ഒന്ന് അടുത്തു ചെല്ലാം. നാം എവിടെയൊക്കെ അകന്നു നിൽക്കുന്നുവോ, എവിടെയൊക്കെ നാം പിന്തിരിഞ്ഞു നിൽക്കുന്നുവോ, ദൈവത്തിലേക്കൊരു മടങ്ങി വരവ് ഇന്ന് പകൽക്കാലം നമുക്കുണ്ടാകട്ടെ. ഈ കർത്താവിൽ ആശ്രയിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. God bless you all. Thank you.